നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടുന്നോ അനാഥയെ പോലെ വന്നു കയറി കുടുംബക്കാരിയായ നിനക്കെ കാണോ അത്തരം രഹസ്യങ്ങളൊക്കെ. എത്ര മൂടി വെച്ചാലും പവിത്രൻ സാറിന്റെ ഭൂതകാലം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്റെ പഴയകാലം ഓർമ്മപ്പെടുത്തി എന്നെ കരയിച്ച നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ ഹൃദയം പൊട്ടി വിലപിക്കുന്ന ഒരു ദിവസം വരും. അതിന് കാത്തിരുന്നോ. നിഖിലിന്റെ പ്രശ്നത്തിൽ മരുവത്തൂരാകെ വിറകൊണ്ട് നിൽക്കാണ്. അതിൻ്റെ കൂടെ നീ ഒളിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ഞാൻ വലിച്ചു പുറത്തിടും. നിന്റെ രൂപേഷ് തന്നെ നിന്നെ അടിച്ച് പുറത്താക്കും. നോക്കിക്കോ. നീ എവിടെയൊക്കെ ഒരുങ്ങിപ്പോന്ന്? ചോട്ടുവിനെ കോളേജിൽ കൊണ്ടുവിടാൻ. എടാ, അവള് പൊയ്ക്കോളും. നീ ചോട്ടുവിന്റെ കാര്യം നോക്കി ഇങ്ങനെ നിന്നോ. ദർശനയുടെ കാര്യം പിന്നെ ആരാടാ നോക്കുന്നേ? അവളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. എല്ലാരും കൂടി അവളെ ഈ വീട്ടിലെ പണിയെടുപ്പിക്കാൻ നോക്കുക. എടാ രൂപേഷേ, എത്രയും പെട്ടെന്ന് ഒരു ജോലിക്കാരിയെ കണ്ടുപിടിക്കണം. ദർശനയ്ക്ക് തീരെ വയ്യെന്ന്. നടക്കുമ്പോ പോലും വയറ് പൊത്തിപ്പിടിച്ച അവൾ നടക്കുന്നേ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നീ ഇതൊന്നും അറിയുന്നില്ലേ? ദർശനയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അവക്ക് വയറുവേദനയുണ്ട്, സമ്മതിച്ചു. ഈ പെണ്ണുങ്ങൾക്കുള്ള എന്തോ അസുഖമൊന്നും അല്ലാതെ അങ്കിള് പറയുന്ന പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം അവക്കില്ല. എടാ, അതൊക്കെ നിന്റെ തോന്നല. ചിലപ്പോ നിന്റെ മുമ്പിൽ അവളത് കാണിക്കാത്തതായിരിക്കും. നിന്റെ മുന്നിൽ മാത്രമല്ല, ചേച്ചിയുടെ മുന്നിലും അവളൊന്നുമില്ലെന്നേ പറയൂ. ഈ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. എല്ലാവർക്കും ദർശനോട് ദേഷ്യമുണ്ട്. അവൾക്ക് അങ്ങനെ തന്നെ വേണോന്നേ അവരെല്ലാവരും ചിന്തിക്കൂ. ആ, എന്നോട് കാണിച്ചതൊക്കെ വെച്ച് നോക്കിയാ ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കൂ. ആ, പക്ഷെ എടാ മോനെ, നിന്നെ ഓർത്ത് മാത്രമാ എൻ്റെ ആദി. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാ നിനക്കത് താങ്ങാൻ പറ്റുമോ? അങ്കിള് ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കാതെ. അവള് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? എടാ, ദർശന IPS എഴുതാൻ പോയപ്പോ കാണിച്ച നെകളിപ്പ് എനിക്കല്ല, ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ ഗിരിജയും രഞ്ജിനിയും ഒക്കെ അവളെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് ട്രീറ്റ് ചെയ്തത്. ഇപ്പൊ സ്ഥിതി അതല്ല. അവൾക്ക് എന്തോ സീരിയസ് ആയ അസുഖമുണ്ട്. അവളത് പുറമെ കാണിക്കുന്നില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണ്ടേ? എന്നോടും ഗിരിജയോടൊക്കെ അവൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. എങ്കിലും നിന്റെ ഭാര്യയ്ക്കൊരു ആപത്ത് വന്നാൽ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? അവളെ അടിയന്തരമായിട്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ച് പറ്റൂ. നിനക്കെല്ലാം കുട്ടിക്കളിയാ. ആദ്യം ഈ വീട്ടിലേക്ക് ഒരു നല്ല അടുക്കളക്കാരെ കണ്ടുപിടിക്കേ. ഒരിക്കൽ എല്ലാരും കൂടി ഒരുത്തെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതേ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൂടുതലാരും സ്നേഹമൊന്നും കാണിക്കണ്ട. എനിക്കറിയാം എല്ലാരെയും. എടാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവളെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. നിനക്ക് വയ്യെങ്കിൽ പറ, ഞാൻ ചേച്ചിയോട് സംസാരിക്കാം. അതല്ല, ഇനി ഞാൻ തന്നെ ദർശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അതും ഞാൻ ചെയ്യാം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ആ,
നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. ശരിക്കൊന്നും നടക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. താഴെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാനത് പലതവണ കണ്ടതാ. പെട്ടെന്ന് ഡോക്ടറെ മാറ്റി മറ്റൊരാളെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ അവള് ചിലപ്പോ സമ്മതിച്ചു എന്ന് വരില്ല. അവള് കഴിക്കുന്ന മരുന്നോ ട്രീറ്റ്മെന്റിന്റെ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്, അയാൾക്ക് അയച്ചു കൊടുത്താൽ വിവരറിയാൻ പറ്റും. ഇങ്ങടുത്തെ എടാ, ഇതൊക്കെ ഹൈ ഡോസുള്ള ആന്റിബയോട്ടിക്സ് ആണല്ലോ. ഞാൻ വിചാരിച്ചതപ്പോ ശരിയാ, ദർശനയ്ക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള അസുഖം. എടാ, നീ ഒന്ന് നോക്കിയേ, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോ വല്ല ടെസ്റ്റ് റിപ്പോർട്ടോ ഒന്ന് തുറന്നു നോക്കിയേ. ഇതാ തൽക്കാലം ഇത് മതി. ഇത് വെച്ച് അവളുടെ അസുഖം എന്താന്ന് മനസ്സിലാക്കാലോ. എടാ തിരുമണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ നിൽക്കുന്നേ. ദർശന ഒരിക്കലും പ്രസവിക്കില്ല. പക്ഷെ അതൊരിക്കലും എൻ്റെ വായിന്ന് നീ കേൾക്കില്ല. നിനക്ക് തന്നെ അത് സ്വയം ബോധ്യപ്പെടണം. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും. അറിഞ്ഞുകൊണ്ട് തന്നെ അവള് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ അറിയണം.